ഹായ് ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് എന്നും നമുക്ക് വീട്ടമ്മമാർക്കൊരു തലവേദനയല്ലേ. നാളെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിമിഷ നേരം കൊണ്ടുണ്ടാക്കാവുന്ന റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു അല്പം പച്ചരി വെള്ളത്തിലിട്ടിട്ട് കിടന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരിയായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്ന് അത് നന്നായിട്ട് കുതിർന്ന് കിടപ്പുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് അരി വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പ് നാളികേരം നല്ല പൊടിയായിട്ട് ചിരകിയെടുത്തതാണ് കേട്ടോ. ഇനി അല്പം ജീരകം ഇടുന്നുണ്ട്. ജീരകം ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇഡ്ഡലിയും ദോശയും അപ്പം പുട്ടും ഒക്കെ തിന്ന് മടുത്ത് കിടക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇടയ്ക്കൊക്കെ. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുളിക്കാനും ഒന്നും വയ്ക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ ഞാനിവിടെ അല്പം നെയ്യ് ഒഴിച്ച് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ടിട്ടുണ്ട്. നെയ്യ് തന്നെ വേണമെന്നില്ല, എണ്ണ വേണമെങ്കിലും ചേർക്കുക. അപ്പോൾ നമുക്ക് ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വല്ലാതെ കട്ടിയിലെടുക്കരുത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് നെയ്യ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നല്ലതായിട്ട് മുരിച്ച് നമുക്ക് എടുക്കാം. 2 സൈഡും ഒരേപോലെ മുരിച്ച് എടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ദോശയ്ക്ക് തേങ്ങാ ദോശയെന്നോ നീർദോശയെന്നോ എന്നൊക്കെ പറയാം കേട്ടോ. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് തവി കൊണ്ട് കോരി ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സിൽ ആ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് നമുക്കിങ്ങനെ ഇതുപോലെ അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ പറ്റും ദോശക്കല്ലിലേക്ക്. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നേ. വല്ല റൗണ്ട് അത്ര നല്ല റൗണ്ടൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം റൗണ്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ദോശക്കല്ല് അല്പം വലിയ ദോശക്കല്ലായതുകൊണ്ട് നമുക്ക് പിന്നെ അല്ലെങ്കിൽ ഫുൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ഇതും അതേപോലെ. അപ്പം നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ടോ തവിയിൽ ഒഴിച്ച് കൊടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ നീർദോശ എന്നാണെന്ന് തോന്നി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മുട്ടക്കറിയോ ചിക്കൻ കറിയോ പിന്നെ ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ചമ്മന്തി, നല്ല ഉള്ളിച്ചമ്മന്തിയൊക്കെ അരച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ നമ്മൾ തേങ്ങാപ്പീര ഉണ്ടാക്കിയിട്ടില്ല, അതുപോലെ ഉണ്ടാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഇച്ചിരി ചിക്കൻ കറി ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൂട്ടി കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. അപ്പം നല്ല ചൂടോടെ ഇതങ്ങോട്ട് കഴിക്കുക. ഇതിപ്പോൾ നമുക്ക് അധികമൊന്നും കഴിക്കേണ്ട, ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും കേട്ടോ. എന്നാൽ പിന്നെ ഇതെല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ 1 കപ്പ് അരിയിൽ 4 ദോശ ഉണ്ടാക്കി.